റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഓൾഡ് ഷർട്ട് കൊണ്ട് ഒരു ബേബി ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വെറും 5 മിനിറ്റ് കൊണ്ട് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അത്രയും സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ഓക്കെ, നമുക്കിത് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഷർട്ട് ഇതുപോലെ നീർത്തുക. എന്നിട്ട് ഈ ബട്ടൺസിന് ചാരിയിട്ടാണ് കട്ട് ചെയ്യണേ. അപ്പോൾ അവിടെ ഒരു കറക്റ്റായിട്ടൊരു ലൈനിന് വരയ്ക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് ഒരു ലൈന് വരയ്ക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലൊരു ഷേപ്പ് വരയ്ക്കുക. ആ സൈഡ് രണ്ട് സൈഡിലും ഇതേപോലത്തെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, വരച്ചു. ഇനി ഇതിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെ കറക്റ്റ് കട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇത്ര ഇതിൻ്റെ കട്ടിങ് ഉള്ളൂ. ഇനി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇത് ടോപ്പിൻ്റെ ഫ്രണ്ട്, ഇത് ബാക്ക് കേട്ടോ. ഇനി ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ പീസിൻ്റെ വീതി 1 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് വീതി, നീളം 13 ഇഞ്ച്. ആ സെയിം അളവിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അലാസ്റ്റിക്കാണ്. ഈ അലാസ്റ്റിക്കിൻ്റെ വീതി 1 ഇഞ്ച് വീതിയാണ്. 1 ഇഞ്ച് വീതിയും ഇതിൻ്റെ നീളം 20 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു അലാസ്റ്റിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇതൊരു 2.5-3 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് ഇത് സൂട്ടാവേണ്ട രൂപത്തിലാണ് ഇത് അടിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ലെങ്ത്ത് 16 ആണ്. അടിയിൽ കുറച്ച് ഷേപ്പ് ഉണ്ട്, 19 ഇഞ്ചുണ്ട്. ഓക്കെ, ഇനി ഇത് അടിക്കാൻ പോകണം. ഫസ്റ്റ് ഇത്ര ഭാഗം ക്ലോസ് ചെയ്യാണ്. അത് ഓപ്പൺ ആണല്ലോ, ഫ്രണ്ട് മാറായി കിടക്കില്ലേ, ഷർട്ടിൻ്റെ ഫ്രണ്ടല്ലേ, അത് ഓപ്പണായി കിടക്കില്ലേ. അത് ഇത്രയും ഭാഗം, ഈ അടിക്കേണ്ട ഇത്രയും സ്പേസ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അത്രയും ഭാഗം ക്ലോസ് ചെയ്യുക. ബാക്കി ഓപ്പണായിട്ട് കിടക്കുന്നുണ്ടാവും. മുകളിൽ കുറച്ചിന് ക്ലോസ് ചെയ്തിട്ടോ. ഓക്കെ, അടിക്ക് ഓപ്പണാണ്. 2 ബട്ടൺസ് വരെ ഇതുവരെ ഓപ്പണാണ്. മുകളിൽ കുറച്ചേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗം മടക്കി അടിക്കുകയാണ്. ഒരു 4 ഇഞ്ച് വീതിയിൽ 2 മടക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ചെറുതാക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കും സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുക. ഞാൻ അതിൻ്റെ ബാക്കും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിങ്ങനെ വെച്ചുകാണ്ട് സൈഡിന് കൂട്ടുകയാണ്. ഒരു ഭാഗം കൂട്ടുക കേട്ടോ. ഇതേപോലെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത മടക്കി അടിച്ച ഭാഗം മുകൾക്ക് 2 ഭാഗം മുകൾക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് അടിക്ക് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഷർട്ടിൻ്റെ അടിഭാഗത്തിൻ്റെ അതുവരെ സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, ഇനി ആ ലാസ്റ്റിക്ക് പിടിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഈ മടക്കി അടിച്ചില്ലേ, മുകൾ ഭാഗം മടക്കി അടിച്ചില്ലേ, അവിടുന്ന് ഒരു 2.5 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്യുക. ആ 2 പീസിൻ്റെയും എല്ലാ ഭാഗത്തും ഇതുപോലെ 2.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ അലാസ്റ്റിക് അതിമ വെച്ച് അടിക്കുകയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങിൻ്റെ മുകൾ ഭാഗത്താണ് ഈ അലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അലാസ്റ്റിക്കിൻ്റെ തെല്ലിനടിക്കുക. അലാസ്റ്റിക് വലിക്കണം കേട്ടോ. 2 സൈഡിലും ഫ്രണ്ടിക്ക് വലിക്കുക, എന്നിട്ട് ബാക്കിക്കും കൈ വെച്ചുകൊണ്ട് വലിക്കണം. വലിച്ചിട്ട് അടിക്കാൻ പറ്റുള്ളൂ. 2 സൈഡിക്കും വലിച്ചിട്ട് അടിക്കുക. അപ്പോഴേ അത് ചുളിഞ്ഞ് കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ അത് ഫുള്ളായിട്ടിന് അടിച്ചെടുത്തു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഇതേമാതിരി ചുളിഞ്ഞ് കിടക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം അടിക്കുക കേട്ടോ. ഈ അലാസ്റ്റിക് 1 ഇഞ്ച് വീതിയിൽ അലാസ്റ്റിക്കാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഇതൊരു 3/4 ഇഞ്ച് വീതി, 1/2 ഇഞ്ച് വീതി ആയാലും കുഴപ്പമില്ല കേട്ടോ. 1 ഇഞ്ച് വീതി വേണമെന്നില്ല, 3/4 ഇഞ്ച് വീതി ആണെങ്കിൽ ഇതിലേറെ ബെസ്റ്റാണ്. ഓക്കെ, അങ്ങനെ അതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ അടിക്കുകയാണ്. 2 സൈഡിക്കും കൈ വെച്ച് വലിച്ചുകൊണ്ട് അടിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ അത് അടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഈ ഭാഗം, ഈ സൈഡ് ഭാഗം ആണ് ജോയിൻ്റ് ചെയ്യാണ്, ആണ് മൂട്ടാണ്. ഈ 2 തുമ്പൊക്കെ ഒപ്പം വെച്ചിട്ട് അടിഭാഗം കറക്റ്റായി നിൽക്കണം കേട്ടോ. കാരണം പിന്നെ നമ്മൾ അടിക്കാനോ ഒന്നുമില്ല, ലാസ്റ്റ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അത് കറക്റ്റായി കിടക്കണം. അങ്ങനെ അടിച്ചെടുക്കുക. കറക്റ്റ് ഒരേ വീതിയിൽ തന്നെ അടിച്ചെടുക്കുക. തുമ്പൊക്കെ ലാസ്റ്റ് കറക്റ്റ് തന്നെ വരണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ്. ഇതിന് മുകളിൽ 2 കയർ വെച്ച് കൊടുക്കണം. ഷോൾഡർമൊക്കെയുള്ള കയറാണ്. അതിന് ആ 1 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്തില്ലേ, 13 ഇഞ്ച് ലെങ്ത്തുള്ള ആ പീസ് ഇതുപോലെ മടക്കി അടിക്കുക കേട്ടോ.
ഒരു കയറ് രൂപത്തിൽ ചെറുതായി മടക്കിയെടുക്കുക. അങ്ങനെ 2 പീസും മടക്കിയെടുക്കട്ടോ ഇതേപോലെ. എന്നിട്ട് ഈ ടോപ്പും അത് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇതേ രൂപത്തിൽ. ഓക്കെ, 2 സൈഡിലും ഇതേപോലെ ഫിറ്റ് ചെയ്യണം. അതിന് സെൻറ്ററിന്ന് 2.5 ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്യുക, അതിൽ നിന്ന് 2.5 ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്യണം ഇതേപോലെ കേട്ടോ. മുകളിലത്തെ പീസുമേ അടിയത്തെ പീസുമേ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഈ മുകളിലത്തെ പീസുമേ ആ മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അടിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് ഈ കയറ് അടിക്കുന്നത്. അങ്ങനെ അവിടെ അടിക്കുക. ആ കയറിൻ്റെ തല അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നിടത്ത് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ 2 കയറ് ആ തെല്ലിന് വെച്ച് കൊടുക്കുക. ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യണത്. ഉള്ളിൽ ആ കയറ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, ഇതേപോലെ കേട്ടോ. ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ സൈഡിലും പൊടിപ്പിക്കുക. നമ്മൾ ആ പീസ് മടക്കി അടിച്ചില്ലേ, ആ മടക്കി അടിച്ച ആ സ്റ്റിച്ചിങ്ങും വേണേ ഇത് അടിക്കണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ഈസിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.